വാവ്. തലപ്പുറമ്പ് സിലോൺ കവലയിൽ ഫ്ലിപ്കാർട്ടിൻ്റെ ഗോഡൗണിൽ വന്ന സ്ഥിരം വരുമ്പം നമുക്ക് വണ്ടി വെച്ച് കാണാൻ പറ്റുന്നൊരു പാടമായിരുന്നു അത്. കുറേ നാളായിട്ടുള്ള ആഗ്രഹം ഇവിടെ നിന്ന് വരണം എന്നുള്ളത്. ഇന്ന് സാധിച്ചു. കൊള്ളാം, അടിപൊളി, നല്ല കാറ്റ്. ഓ, ബ്ലാക്ക് നെക്കഡ് ഐബിസ് ഒക്കെ ഉണ്ടല്ലോ അവിടെ. പക്ഷേ കാണാൻ പറ്റത്തില്ല. ഒറ്റ ക്യാമറ ഉണ്ടായിരുന്നു എടുക്കാറ്. പശുക്കളുണ്ട്, കൊക്കുണ്ട്, കാക്കയുണ്ട്. ഇറങ്ങല്ലേ? നല്ല കാറ്റുണ്ടോ? നല്ല സുഖമുണ്ട്. അത് വേണോ? പത്തിരിയൊക്കെ ഇങ്ങ് എടുത്തു. കൊക്കക്കോളയുടെ കുപ്പി കാണിക്കാതെ. വെള്ളക്കുപ്പി എടുത്തു. എടാ പിന്നെ ഇതൊന്ന് പിടിക്കാം അവിടെ. അല്ല ടോണി നീ പിടിച്ചാൽ മതി. അവന്റെ ക്യാമറ അല്ലേ, നീ പിടിച്ചാൽ മതി. ആ വാ, ഉണ്ണീനെ ഞാൻ പിടിക്കാം. വാ, ആ അതിനിപ്പോ ഉണ്ണി നല്ല വെയിലാണ്. നമുക്ക് ആ പെട്ടെന്ന് തണലത്തേക്ക് പോകാം. വേണോ ഉണ്ണി? നമുക്ക് പോവാം. ഉണ്ണിക്കൂടെ നീ ഉറങ്ങുവാണോ? നമുക്ക് ആ തണലത്ത് പോയിക്കാട്ടോ. അവർ വേണമെങ്കിൽ വരട്ടെ. ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്. വാവ്, നല്ല സൂപ്പർ കാറ്റ്. മരത്തെ നിറച്ച് കാക്കയാണല്ലോ ഉണ്ണി. ഏതാ ഉണ്ണി കാക്ക? ദേ കാക്ക, ഒരു കാക്ക കുടുങ്ങി കിടക്കണോ? അതെ മരം. ഈ പേടിക്കണ്ടോ ഉണ്ണി? ഇത് കാക്കയല്ല. വെറൈറ്റി പാലം. ഉണ്ണിക്കുട്ടോ, നൈസ്. വാവ്, നല്ലൊരു പാലല്ലടാ ഉണ്ണി. എനിക്ക് വെയിലടിക്കണ്ടോ? നമുക്ക് പോയി തണലത്തിരിക്കട്ടോ. ഈ പാലത്തിനെ താങ്ങി നിർത്തുന്നത് ഈ ആൽമര. ആ, ഇല്ല എന്ത്? പിടിച്ചടാ. രണ്ട് ബാഗ് പാലൂടെ വാങ്ങണം. അത് 2 കാൽപ്പാട്. ആ പട്ടിയുടെ 2 ബാഗിൽ പാലൂടെ വാങ്ങണം. അയ്യോ, അത് കുറേ സ്ഥലത്ത് തന്നെ 2 കാൽപ്പാട്. അവിടെ ഇരിക്കാം, തണലുണ്ട്. നമുക്കിനി കുറേ മടക്കാസേര എടുത്ത് വണ്ടിക്കകത്ത് തരണോടാ. ഇതെല്ലാവരും തോളത്തി വന്നാൽ മതി. ഇവിടെ ഇരിക്കാം, ഇവിടെ നല്ല തണലുണ്ട്. ഇത് കടുത്തിരുത്തിയല്ലേ? ആ,
ആ ആ ആ ആ നീ ആ അറ്റത്തേക്ക് പോകല്ലോ കേട്ടോ കേട്ടോ ആ സെൻറ്ററിലേക്ക് ഇരുന്നാൽ മതി. എന്തെങ്കിലും ഒരെണ്ണം പൊട്ടിക്കും. സമോസ ഞം ഞം എടുത്തോളാം നിങ്ങൾ പൊട്ടിക്കല്ലേ കൊക്കക്കോള. എടാ നീ ഇപ്പഴേ തുറക്കാറാഹോ എന്തുമാത്രം പോടാ. അതെ അതെ ഇപ്പം മണ്ടയുണ്ടല്ലോ ഇപ്പൊ തുറന്നു പിടിച്ചോ. ഇത്ര നേരം അവിടെ വെച്ചിട്ട് തുറന്നിട്ട് പോലെ ഒച്ച വെക്കാതെ സാധനം. കൊക്കക്കോള സമൂസ മുക്കി തിന്നാൻ നല്ല കേട്ടോ. എന്റെ ഷർട്ട് സാമ്പാറാണ് അയ്യ അപ്പിന്ന് പറഞ്ഞ എന്നെ കൊണ്ടാ മാറ്റിയതാ. കൊള്ളാലോ. ഇത് ഏതാ വെജാണോടാ? കഴിയാ പത്തിരി പത്തിരി അവൻ്റെ വെക്കല്ലേ. വെള്ളം വെള്ളം സ്റ്റെപ്പേ കൂടെ മറ്റേ സാധനം ഉരുട്ടി വിടുന്ന കണ്ടില്ലേ ബോട്ടിലൊക്കെ അത് കണ്ടിട്ടായിരിക്കും. അതെ ഇപ്പൊ സമയത്തേ അറിയത്തില്ലല്ലോ. വെയിലാ സഹിക്കാൻ പറ്റാതെ. പോ എടാ പത്തിരി ഒരെണ്ണം ബോസിന് കൊടുത്തേര്. വേണ്ട ഒന്നും വേണ്ടേ. എല്ലാടാ എടുത്ത് കറിയോ ഇതെന്തിനാ കറി അല്ല ഉണ്ണി? നല്ല മീനാണ്. ആ നല്ല മീനാ. എന്റെ വിവരൊക്കെ പറയുന്നത് ബോസ് വേറെയായാലും ബോസ് എനിക്കറിയാം ഏറിലാവും. ഈ ഹോട്ടലിൽ തന്നെ ഇഷ്ടംപോലെ കോമഡികളുണ്ട്. നിങ്ങളുടെ ഹോട്ടലിൽ ഒരു വണ്ടി തമിഴന്മാർ വന്ന് നിന്ന് ഊണ് കഴിക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ ഹോട്ടൽ എടുത്തു ചോറ് മുഴുവൻ തീർന്നുള്ള ഉറപ്പാ. പഴന്മാർ വന്നു കഴിയുമ്പോഴത്തേക്കും ചോദിച്ചു എണ്ണ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ചോദിച്ചത്. പപ്പ പറയാം നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞു. അവരപ്പം തന്നെ പോയി. അവർ വെളിച്ചെണ്ണ കഴിക്കത്തില്ല. നമ്മൾ പാമ്പോയിലും കൊണ്ടാ സാധനം ഉണ്ടാക്കുന്നത്. പപ്പയ്ക്കുള്ള സത്യം പറഞ്ഞാൽ മതിയായിരുന്നു. അവര് വെളിച്ചെണ്ണ അവർക്ക് ഇഷ്ടമാണെന്ന് വിചാരിച്ചിട്ട് പാമ്പ അപ്പ പറഞ്ഞതാ. ഒരു 10-30 പേരുടെ കച്ചവടം പോയി കിട്ടിയെന്ന്. ശുദ്ധമായ വെളിച്ചെണ്ണ പപ്പ ഇപ്പൊ എന്നെ സംഭവിച്ചത് മനസ്സിലാക്കി പറയില്ല. അവർ വെളിച്ചെണ്ണ കഴിക്കത്തില്ല.
പക്ഷേ ഈ വെള്ളത്തിൽ മുഴുവൻ വേസ്റ്റ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ മലയാളികളുടെ ആ പ്രവണത ഒഴിവാക്കണം. ഇല്ലേ, നമ്മൾ ആ വേസ്റ്റ്, നമ്മളെ ഉള്ള വേസ്റ്റ് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി അത് നിർമ്മാർജ്ജനം ചെയ്യണം. അതാ വഴിയിൽ വലിച്ചെറിയരുത്. ഇവനെ പോലെ സാമൂഹിക ദ്രോഹികളെയാണ് അറസ്റ്റ് ചെയ്തത് ഈ തോട്ടിൽ. എന്നാരും വിചാരിക്കണ്ട, ഞാൻ ഇവിടെ ഉണ്ട്. ഈ തോട്ടിൽ ഒരുത്തനും ഇവിടെ ഇട്ടിട്ട് പോകുന്ന വിചാരിക്കണ്ട. ഈ കുപ്പിക്ക് കുറച്ച് വീശ്. എടാ അപ്പ നിന്നെ വിളിക്കുന്നത് എന്നാ ഉണ്ണി, എന്നാ ഉണ്ണി, എടുക്കാനാണോ? വെയിലാ ഉണ്ണി, വെയില്. ഇന്ന് കഴിക്കണുണ്ടോ? ശകലം ഉപയോഗിച്ചു. എനിക്ക് വെള്ളം വേണോടാ. വെള്ളത്തിനല്ലേ കാരണം ഈ വഴി നേരെ എങ്ങോട്ടാ പോണേ? ഇത് മറ്റേ കാന്താരിക്കടവിലേക്ക് പോകുന്നൊന്നുമല്ലോ അല്ലേ? ആ ശരി ശരി. ഇതിലേ പോയിട്ടില്ല. ഇതിൽ ആ ടവർ കണ്ടോ? അവിടെ നിന്ന് നിങ്ങൾ ലെഫ്റ്റ് തിരിയണം. അല്ലെ പിന്നെ അങ്ങ് എന്ന് വെച്ച് തിരിക്കാനിടയുണ്ട്. അല്ല അങ്ങോട്ട് മറ്റേ വഴി പിന്നെ അവിടെ കൊണ്ട് തിരിക്കാൻ അല്ല പോകുന്ന പണിയാണ്. കാരണം ഓപ്പോസിറ്റ് വണ്ടി വന്നു കഴിഞ്ഞാലേ തിരിക്കാൻ പറ്റില്ല. അങ്ങോട്ട് വണ്ടി വരില്ല. പക്ഷെ തിരിക്കാനുള്ള ഒരു കളയേ ഉള്ളൂ. നിങ്ങൾ കാറും കൊണ്ട് പോകും. അത് കാരണം ഈ പാലം കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ മറ്റേ ആ ആലിന്റെ അവിടെ ഇച്ചിരി പൊട്ടിയിരിപ്പുണ്ട്. താങ്ങി നിർത്തി. അതാ ഞങ്ങൾ പറഞ്ഞായിരുന്നു ആലാ ഈ പാലത്തെ താങ്ങി നിർത്തുന്നത്. പണ്ടത്തെ പാലാണ്. ആൽമരമാണ് ഈ പാലത്തെ പിടിച്ചു നിർത്തിയേക്കാം. എന്തിന്റെ ടേസ്റ്റാന്നാ നീ പറഞ്ഞേ? പറയില്ല. അരിഷ്ടത്തിന്റെ ടേസ്റ്റാ. നീ അരിഷ്ടം അടിക്കാറുണ്ടായിരുന്നില്ല വണ്ടി? ഇവിടെ കൊക്കക്കോള കൊണ്ട് മരുന്നായിരുന്നതാ. വയറുവേദനക്കൊക്കെയുള്ള മരുന്നായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന സാധനം. അതിനകത്ത് കൊക്കൈൻ ഉണ്ടായിരുന്നു. കൊക്കൈൻ ലഹരി പദാർത്ഥമായിരുന്നു ആദ്യത്തെ കൊക്കക്കോളക്കകത്ത്. ശരിക്കും അരിഷ്ടം കുടിക്കുന്നുണ്ട്. ഏനെ എന്തെന്ന്? അപ്പം നീ അരിഷ്ടം കുടിച്ചോണ്ടിരുന്നത് മറ്റേ ആ പൂസാകുന്ന അരിഷ്ടമാണോ അതോ മരുന്ന് അരിഷ്ടം? രണ്ട് സെയിമാ. ഉണ്ണി നമുക്ക് പോവാം ഉണ്ണി എന്നാ. തണലുള്ള സ്ഥലത്ത് ആ ഈ മേലിൽ നല്ല കാറ്റ്. ഞങ്ങൾ പാലത്തിന്റെ മേലെ കയറിയേ. ഹായ് ഹായ്, നമുക്ക് പോവാം. എടാ മാനസമയിനി ടോണി ശോകം മൂങ്ങനായിട്ട് നടക്കുവാണല്ലോ. പാവം ടോണി. ഉണ്ണി കൂടെ ഉറങ്ങിക്കോടാ. ആലിലകളെ നോക്കിക്കാം. ആലില, ആലില കണ്ണൻ. എടാ നല്ല കാറ്റുണ്ട് കേട്ടോ. അതുകൊണ്ട് വെയിലുണ്ടായാലും വലിയ പ്രശ്നമില്ല. ഇനി വെള്ളം, പക്ഷെ വെള്ളത്തിൽ നിന്ന് ഇറക്കില്ല, കൊള്ളത്തില്ല അത്. ഇതുകൊണ്ട് ആൽമരം താങ്ങി നിർത്തിയേക്കണ. ഇത് രസമല്ല ഈ സ്ഥലം. ഇനി കാറ്റൊന്നും ഉണ്ടല്ലേ പെട്ടെന്ന് മടുത്തേനെ നമ്മൾ. എത്ര മണിക്കൂട്ടാ? ഇന്നിക്കോട്ടെ മടുത്ത് ഇവിടെ ഉറക്കം വരുന്നുണ്ട്. ഞങ്ങൾ പോവാം. ബായ് ടാറ്റാ. പോടി വാ. ചാടി എണീറ്റോ? പോയേക്കാം, വെയില. ഇവിടെ ഉറങ്ങി. ഇത് സ്ഥലം ഏതായിരുന്നു? ദിവസം വരാം.
നടന്നോ. കാക്കയുണ്ട്. കാക്ക തൂറുവോ? അയ്യോ കാക്ക. ഉണ്ണിക്കുട്ടാ, നല്ല വെയിലായിരുന്നു. കടക വെരി ഗുഡ്. ഉണ്ണിക്കുട്ട ഇറങ്ങി. വെയിലും കൊണ്ട് ഉറങ്ങുന്നു. ഉണ്ണിക്കുട്ട ഉറങ്ങി. പോയക്കാലേ അങ്ങനെ ഉറങ്ങാൻ തന്നെ ഇരിക്കാം. ഓ എന്നാ ഇവരെ പിടിച്ചോ, നീ കയറിക്കോ, ഞാൻ കയ്യിലില്ല. തുറക്കാൻ അങ്ങോട്ട് ഇതാരാ? പകലുറക്കം ഇല്ലാത്ത കൊച്ചു, അതുകൊണ്ട് പറഞ്ഞു. എന്റെ വാതിലെണ്ണം തുറന്നിട്ടു, വണ്ടി എടുത്തിട്ട് നടച്ചാൽ മതി. വട്ടയിലെടുത്ത് തല വെച്ചോ? വട്ടയില പറിച്ച് ഞാൻ തല വെച്ചാ വട്ടയില മൊത്തം ഉറുമ്പ്. നീ എന്തിനാ തല വെച്ച? വെയിലായിട്ടോ? വെയിലായിട്ട് അടച്ചേക്കട്ടെ. ഓക്കെ ബൈ. വട്ടയില വെച്ച് തല വെച്ചു. ഇത് കൊള്ളാല്ലേ സാധനം? വേറെ ദിവസം